ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് എപ്പിസോഡ്. ശാലിനിയും ജയശ്രീയും കൂടെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ജയശ്രീ ആണെങ്കിൽ തേങ്ങ തിരിങ്ങുകയും ശാലിനി പച്ചക്കറികളൊക്കെ നുറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാലിനി ജയശ്രീയോട് ചോദിക്കുന്നുണ്ട്, ജയശ്രീക്ക് വെച്ചുണ്ടാക്കാനൊക്കെ അറിയാവോ? അത്യാവശ്യം കുറേയൊക്കെ അറിയാം. ശാലിനി പറയാം, എനിക്ക് പിന്നെ വെച്ചുണ്ടാക്കാനൊക്കെ അമ്മയിൽ നിന്നും കിട്ടിയ കഴിവാണ്. എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം. ഞാൻ കുറേശ്ശെ ജയശ്രീക്കൊക്കെ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നല്ല ഒരു പാചകക്കാരി ആയിട്ട് ജയശ്രീയെ കെട്ടിച്ചു വിടുന്നുള്ളൂ. അവരങ്ങനെ ഓരോ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സത്യയും പപ്പി അവിടെയൊക്കെ കടന്ന് ഓടിയും ചാടിയും കളിക്കുവാണ്. അയ്യോ മക്കളെ ഓടല്ലേ, വീഴും എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. വിഷ്ണു കാറ് കഴുകുന്ന കണ്ടുകൊണ്ട് ജയശ്രീ ശാലിനിയോട് ചോദിക്കുന്നു, വിഷ്ണുവേട്ടൻ ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? കാറൊക്കെ കഴുകുന്നുണ്ടല്ലോ. അത് വിഷ്ണുവേട്ടൻ ദിവസവും ചെയ്യുന്നതല്ലേ, അതുപോലെ അങ്ങ് കഴുകിയിടുന്നതാ. അപ്പോഴും കൊണ്ട് സത്യയും പപ്പിയും കൂടെ ഓടി വരിക. സത്യ പറയാം, അമ്മേ അച്ഛൻ പറഞ്ഞ് കഴിക്കാൻ എടുത്തു വെക്കാൻ പോകാൻ സമയമായെന്ന്. ശാലിനി പറയാം, അയ്യോടാ ഇപ്പോൾ ഇന്ന് എങ്ങോട്ട് പോകാനാ, ഞാനൊന്ന് പോയി നോക്കട്ടെ ജയശ്രീ എന്നും പറഞ്ഞ ശാലിനി വന്നിങ്ങനെ എത്തി നോക്കുവാണ് വിഷ്ണുവിനെ. ശാലിനി എന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നു, വിഷ്ണുവേട്ടാ എങ്ങോട്ട് പോവുക? അതിനെനിക്ക് ജോലിക്ക് പോകണ്ടേ, ഞാനിന്ന് ലീവാണല്ലോ എന്ന് ശാലിനി പറയുവാണ്. ശാലിനി വന്നിട്ടൊരു കളിയാക്കലോടെ പറയുന്നത്, കളക്ടർ ലീവായപ്പോൾ കളക്ടറെ സാരഥി എങ്ങോട്ട് പോവുക? സാരഥിക്ക് ലീവാണല്ലോ. അത് കേട്ടിട്ട് വിഷ്ണു പറയാം, കളക്ടർക്ക് മാസ ശമ്പളവാ, സാരഥിക്ക് ദിവസ ശമ്പളവാ. പിറന്നാളൊക്കെ അങ്ങ് വന്നിട്ടങ്ങ് പോകും, പക്ഷേ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഞാൻ എന്തിനാ വിഷ്ണുവേട്ടാ ഇതൊക്കെ വെച്ചുണ്ടാക്കുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയശ്രീ അങ്ങോട്ട് വരുന്നുണ്ട്. ജയശ്രീ എന്നിട്ട് വിഷ്ണുവിനോട് പറയാം, വിഷ്ണുവേട്ടൻ്റെ പിറന്നാളല്ലേ, അപ്പോഴിന്ന് പോകണ്ട. അയ്യോ അത് പറ്റില്ല ജയശ്രീ, ജോലിക്ക് പോകണം. പിറന്നാളൊക്കെ അടുത്ത വർഷവും വരും, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. ഡ്യൂട്ടി ഈ ഫസ്റ്റ്, അതുകൊണ്ട് ജോലിക്ക് പോകണം. ഒപ്പിട്ടില്ലെങ്കിലേ ശമ്പളം അങ്ങ് പോകും. അങ്ങനെ ശാലിനിയും ജയശ്രീയും മാറി മാറി പറഞ്ഞിട്ടും വിഷ്ണുവിന് ഒരു കുലുക്കുമില്ല. വിഷ്ണു പറയുന്നു, ഇല്ല എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. ആ സമയത്ത് രാഘവേട്ടനും പിള്ളയും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണു രാഘവേട്ടനെ കണ്ടുകൊണ്ട് പറയുന്നു, വേണ്ട അച്ഛൻ വന്നല്ലോ. അപ്പോൾ സത്യയും പപ്പിയോട് ഓടിച്ചെന്ന് അച്ചച്ചാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുവാണ് രാഘവേട്ടനെ. രാഘവേട്ടനെ വളരെ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും രണ്ട് മക്കളെയും ചേർത്ത് കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു രാഘവേട്ടനോട് പറയാം, അച്ഛൻ വരാൻ ഇനി 5 മിനിറ്റ് താമസിച്ചെങ്കിലേ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ രാഘവേട്ടൻ ചോദിക്കുന്നു, അതിന് നീ എങ്ങോട്ട് പോന്നു? അച്ഛാ അത് ഞാൻ ജോലിക്ക് പോകണ്ടേ, പിറന്നാളായിട്ട് ജോലിക്ക് പോന്നു, എന്താ നിനക്കിന്ന് ലീവ് എടുത്തുകൂടെ എന്നൊക്കെ രാഘവേട്ടൻ ചോദിക്കുന്നുണ്ട്. ശാലിനി ഉടനെ പറയാം, അച്ഛാ ഞാൻ എത്ര പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ കേൾക്കുന്നില്ല, ഇന്ന് ലീവ് എടുക്കാൻ, പിറന്നാളായിട്ട് ഇന്ന് ആരെങ്കിലും ജോലിക്ക് പോവോ എന്നൊക്കെ ശാലിനി വിഷ്ണുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ കുറേ പറയുന്നുണ്ട്. ഞാൻ പോകുന്നില്ല, ഞാൻ ലീവാണ്, പിന്നെ എന്തിനാച്ചാ വിഷ്ണുവേട്ടൻ ഇന്ന് പോകുന്നത്? പോകണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ കേൾക്കുന്നില്ല. പെട്ടെന്ന് വിഷ്ണു ആ കളം മാറ്റി അങ്ങ് ചവിട്ടുവാണ്. അച്ഛാ ഞാൻ പറഞ്ഞതാണ്, ഇന്ന് എൻ്റെ പിറന്നാളാണ്, ഭാര്യയും മക്കളും എൻ്റെ അച്ഛനും വരും, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പിറന്നാൾ സദ്യ കഴിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞ് ദാണ്ട ഈ കളക്ടർക്ക് ഞാൻ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തതാ, എന്നിട്ട് എൻ്റെ അച്ഛ എനിക്ക് ലീവ് തരണ്ടേ? വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ട് ശാലിനി പറയാം, വേണ്ട അച്ഛ കള്ളമായി പറയുന്നത്, ഞാനും ലീവാണ്, അപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതാ അച്ഛാ. അപ്പോൾ ഉടനെ വിഷ്ണു പറയാം, അയ്യോ അങ്ങനെ അല്ലച്ചാ, ലീവ് ചോദിച്ചിട്ട് തരാഞ്ഞിട്ടാ. ഈ കളക്ടറാണെങ്കിലുണ്ടല്ലോ വീട്ടിൽ വന്നാലും എന്നെ കൊണ്ട് അടിമപ്പണിയൊക്കെ ചെയ്യിക്കുക അച്ഛാ. എന്നിട്ട് കളക്ടറാണെങ്കിലോ എപ്പോഴും കുറേ ഫയലും നോക്കി അങ്ങ് ഇരിക്കും. കുട്ടികളുടെ കാര്യവും നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല, അടുക്കളപ്പണി വരെ എന്നെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ വിഷ്ണു ഒരു തമാശ രൂപത്തിൽ കണ്ണിറുക്കിക്കൊണ്ടൊക്കെയാണ് പറയുന്നത്. അയ്യോ അച്ഛ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഉടനെ വിഷ്ണു പറയാം, അച്ഛൻ വേണേ കുട്ടികളോട് ചോദിച്ചു നോക്ക്. വിഷ്ണു എന്നിട്ട് മക്കളോട് ചോദിക്കുന്നു, മക്കളെ അച്ഛനെ കൊണ്ട് അമ്മ അടിമപ്പണിയൊക്കെ ചെയ്യിക്കുന്നില്ലേ? അപ്പോൾ സത്യ പറയുന്നുണ്ട്, ഇല്ല ചാച്ചാ, അമ്മയായി വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നത്, അച്ഛൻ ചുമ്മാതെ പറയുന്ന ഇതൊക്കെ. അപ്പോൾ പപ്പിയും പറയുന്നുണ്ട്, ചേച്ചിയമ്മയാണ് ഇവിടുത്തെ ജോലി എല്ലാം ചെയ്യുന്നത്. വിഷ്ണു ഒട്ടും പ്രതീക്ഷിച്ചില്ല കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. കുട്ടികൾ വിഷ്ണുവിന്റെ സൈഡ് നിൽക്കുമെന്ന് കരുതിയാണ് വിഷ്ണു അങ്ങനെയൊക്കെ പറഞ്ഞത്. ശാലിനി പെട്ടെന്ന് സ്നേഹത്തോടെ മക്കളെ രണ്ടുപേരെയും അങ്ങ് ചേർത്ത് പിടിക്കുവാണ്. വിഷ്ണു വന്നിട്ട് മക്കളോട് പറയുന്നത്, നീയൊക്കെ കാലുവാരിയല്ലേ, വൈകുന്നേരം ചോക്ലേറ്റ് കൊണ്ടുവന്നൊന്ന് പറ, കൊണ്ട് തരാൻ ഞാൻ നിങ്ങൾക്ക് കേട്ട് എല്ലാവരും അങ്ങ് ചിരിക്കുവാണ്. അപ്പോൾ സത്യയ്ക്കൊരു പേടി, അച്ഛനിനി വൈകിട്ട് ചോക്ലേറ്റ് കൊണ്ട് തന്നില്ലെങ്കിലോ എന്നൊരു പേടിയായി സത്യയ്ക്ക്. ഉടനെ സത്യ പറയാം, അമ്മ കുറേശ്ശെ ജോലിയൊക്കെ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ പപ്പിയും കാല് മാറുന്നുണ്ട്. പപ്പിയും പറഞ്ഞു, ശരിയാ കുറേശ്ശെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ആഹാ ചോക്ലേറ്റിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കാല് വാരിയല്ലേ? അപ്പോൾ രാഘവേട്ടൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് പിള്ളയുടെ കയ്യിൽ കൊടുത്തിരിക്കുമായിരുന്നു. പിള്ളേ അതിങ്ങെടുത്തേ എന്ന് പറയുമ്പോൾ പിള്ളേ ആ ചോക്ലേറ്റ് എടുത്ത് രാഘവേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ചോക്ലേറ്റ് അങ്ങനെ രാഘവേട്ടൻ സന്തോഷത്തോടെ കൊച്ചുമക്കൾക്ക് കൊടുക്കുവാണ്.
പിറന്നാളുകാരൻ കാലത്ത് തന്നെ അങ്ങ് പോകാൻ ഒരുങ്ങി. പിന്നെ ഞാൻ ഈ സദ്യയൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ, ആർക്ക് കൊടുക്കാനാ എന്നൊക്കെ വിഷ്ണുവിനെ നോക്കി ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട്. രാഘവേട്ടൻ പറയുന്നു, മോളെല്ലാം തയ്യാറാക്കിക്കോ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ. ഇവൻ ഇവിടുന്നെങ്ങാനും പോവുകയാണെങ്കിൽ ഇവൻ്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും. അല്ലേ പിള്ളേ, താൻ എന്നെ സഹായിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നത്, പിന്നെ അല്ലേ, ഞാൻ വീണിട്ടേ എൻ്റെ രാഘവൻ സാറ് വീഴത്തുള്ളൂ. ഇപ്പോൾ സത്യയും പപ്പുവും രാഘവേട്ടനും പിള്ളയും എല്ലാവരും കൂടെ അകത്തോട്ട് കയറിപ്പോവുകയാണ്. വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുന്നു, എന്തേ പോകുന്നില്ലേ? ഒന്ന് പരിങ്ങി നിൽക്കുന്ന വിഷ്ണുവിനോട് രാഘവേട്ടനും ചോദിക്കുന്നു, എന്താടാ നീ പോകുന്നില്ലേ? ഓ, ഇപ്പം നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി പോകുന്നില്ല. ഇല്ല, നീ ചെല്ല്, അവിടുത്തെ മയക്കാടുകാർക്കും എല്ലാവർക്കും ഒരു കൂട്ടാവുമല്ലോ, നീ അങ്ങോട്ട് ചെല്ല് എന്നും പറഞ്ഞ് രാഘവേട്ടനും കളിയാക്കുന്നുണ്ട് വിഷ്ണുവിന്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോൾ വിഷ്ണു പറയാം, അത്ര വലിയ തമാശയൊന്നും ഇല്ല ഇതിൽ. അല്ലല്ല, ചിരിക്കാനുള്ള വകയൊക്കെ ഇതിലുണ്ടടാ എന്ന് രാഘവേട്ടനും പറഞ്ഞ് ചിരിക്കുവാണ്. അവസാനം പിള്ളയും രാഘവൻ ചേട്ടനും അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരുമായിട്ട് ചിരിച്ചും കളിച്ചും നിന്നിട്ട് അവസാനം പിള്ളയും രാഘവേട്ടനും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഫാമയ്ക്കുള്ള ഭക്ഷണവും പായസവും ഒക്കെ ആയിട്ടാണ് രാഘവേട്ടൻ വരുന്നത്. വരുമ്പോൾ നോക്കുമ്പോൾ ഫാമ എവിടെങ്കിലും കാണുന്നില്ല. ആ ഭാഗ്യം, ഫാമ എത്തിയിട്ടില്ലടോ എന്നിങ്ങനെ സന്തോഷത്തോടെ രാഘവേട്ടൻ പിള്ളയോട് പറയുന്നുണ്ട്. അങ്ങനെ വലിയ സന്തോഷത്തോടെ രാഘവേട്ടൻ അകത്തോട്ട് കയറുമ്പോൾ ദാ നിൽക്കുന്ന നമ്മുടെ സത്യഭാമ. സത്യമ്മ രാഘവേട്ടനോട് ചോദിക്കുക, അല്ല നിങ്ങളിത് എവിടെ പോയിട്ട് വരുന്നത്? അതെ, ഞാനത് നടക്കാനിറങ്ങിയതാ. നടക്കാനോ? എന്നിട്ട് നിങ്ങൾ എവിടം വരെ നടന്ന് എന്നൊരാക്കി ചോദിപ്പാണ് നമ്മുടെ സത്യാമ്മ. അത് ഫാമേ, എനിക്ക് നിന്നോട് കള്ളം പറയാനൊന്നും പറ്റുന്നില്ല. അതെ, ഞാൻ അവൻ്റെ അടുത്ത് പോയതായിരുന്നു. അവനും മക്കളും കൂടെ ഒരേ വിളിയായിരുന്നു. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഫാമേ. നമ്മളുടെ മോൻ്റെ പിറന്നാളായിട്ട് അവന് നമ്മളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഞാനും കൂടെ അതിനെ എതിര് നിന്നാൽ അവന് ഒരുപാട് സങ്കടമാവില്ലേ ഫാമേ? അതുകൊണ്ട് ഞാൻ പിന്നീട് ഒന്നും ആലോചിച്ചില്ല, ഞാനങ്ങ് പോയി ഫാമേ. നിങ്ങളോട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എന്നിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഇവിടെ കാണുന്നില്ല. ഇവിടെ നിന്ന് ആ പെങ്കൊച്ചിനെയും കാണാനില്ല. അത് കേട്ട് രാഘവേട്ടൻ അമ്പരന്നു പോയി. അയ്യോ ഫാമേ, അവളവിടെ പോയി? നമ്മൾ പോകുമ്പോൾ അവളിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് രാഘവേട്ടൻ പറയുമ്പോൾ സത്യാമ്മ പറഞ്ഞു, അതെ, തോന്നുന്ന പോലല്ലേ എല്ലാവരുടെയും പോക്ക്. അതാ ഞാൻ പറഞ്ഞത് എങ്ങോട്ടും പോകരുതെന്ന്. എന്നിട്ട് പോയേക്കെന്ന്. എങ്കിലേ ഫാമേ നീ പോകണമായിരുന്നു. ഫാമേ നീ വരണമായിരുന്നു. എന്ത് നല്ല ഭക്ഷണമായിരുന്നെന്നറിയാവോ? വായിക്ക് രുചിയായിട്ട് എന്ത് നല്ല ഭക്ഷണങ്ങളാണ് അവൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പിള്ളയും പറയുന്നുണ്ട്, നല്ല പായസമായിരുന്നു ഉണ്ടാക്കിയത്, ഗോതമ്പ് പായസമായിരുന്നു. അതെ, അവൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, മധുരം കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് 2 ഗ്ലാസ് അങ്ങ് കുടിച്ച് എന്നിങ്ങനെ വലിയ സന്തോഷത്തോടെ നമ്മുടെ രാഘവേട്ടൻ പറയുവാണ്. ഇതൊക്കെ കേട്ട് സത്യാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സത്യാമ്മയെ ദേഷ്യം കയറ്റുന്നതിന് വേണ്ടിയാണോ അതോ ആത്മാർത്ഥതയോടാണോ എന്നൊന്നും അറിയില്ല. പിള്ളച്ചേട്ടനും പറയുന്നുണ്ട്, അയ്യോ ഇഞ്ചിക്കറിയുടെ കാര്യം പറയാൻ പറ്റില്ല, അത്രയ്ക്ക് കൈപുണ്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കൈപുണ്യം. കുടുംബശ്രീ ശാരദയുടെ മകളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്, അപ്പോൾ പിന്നെ കൈപുണ്യത്തിൻ്റെ കാര്യം പറയാനുണ്ടോ എന്നിങ്ങനെ രാഘവേട്ടൻ ഏറ്റുപിടിക്കുന്നുണ്ട്. രാഘവേട്ടനും പിള്ളച്ചേട്ടനും കൂടെ അങ്ങനെ ശാലിനിയുടെ ഭക്ഷണത്തെക്കുറിച്ച് പുകഴ്ത്തുമ്പോൾ സത്യാമ്മയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി വരുവാണ്. ഇവരുടെയൊക്കെ ഈ സംസാരമെല്ലാം കേട്ട് പൊന്നി അവിടെ നിൽക്കുന്നുണ്ട്. രാഘവേട്ടന് വളരെ സന്തോഷം. വീണ്ടും പറയുക, എല്ലാവരും കളിച്ച് ചിരിച്ചൊരു വലിയ ആഘോഷം തന്നെ ആയിരുന്നു ഫാമേ, നീയും കൂടെ വരേണ്ടതായിരുന്നു. എന്നിട്ട് രാഘവേട്ടൻ സന്തോഷത്തോടെ അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആ സീനുകളെല്ലാം ഇങ്ങനെ മനസ്സിൽ അയവിറക്കുവാണ് ഇരുന്നുകൊണ്ട്. ശാലിനിയും ജയശ്രീയും കൂടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നതും കുട്ടികളും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ഓരോ കമൻസുകളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചതും. അപ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ടായിരുന്നു, പിറന്നാളുകാരന് പോകാൻ എന്തൊരു വെപ്രാളമായിരുന്നു, ഇപ്പോൾ എന്താ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു, അതൊക്കെ വിഷ്ണുക്കുഞ്ഞിൻ്റെ ഒരു നമ്പരല്ലേ. അത് കേട്ടിട്ട് പപ്പിമോള് പറയാ, അച്ഛന് 1 നമ്പറല്ല 2 നമ്പറുണ്ട്, ഒന്നിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലേ മറ്റേ നമ്പറിൽ വിളിച്ചാൽ മതി. അങ്ങനെ എല്ലാവരും ചേർന്ന് വിഷ്ണുവിനെ ഇട്ടങ്ങ് കളിയാക്കുവാണ്. ഇവരുടെ എല്ലാം കളിയാക്കലും കേട്ട് പാവം വിഷ്ണു ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കുവാണ്. ശാലിനി അപ്പോൾ പറയാം, സ്വന്തമായിട്ടുള്ള നമ്പറൊക്കെ ആദ്യം ഇറക്കിയത്, പിന്നെ അതിന് ശേഷം ഇറക്കിയതൊക്കെ വേറെ വേറെ നമ്പരായിരുന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടനും കളിയാക്കുവാണ്. ശാലിനി എന്നിട്ട് ചിരിച്ചിട്ട് രാഘവേട്ടനോട് പറഞ്ഞു, അച്ഛൻ വന്നിട്ടിപ്പം 3-4 മണിക്കൂറല്ലേ ആയുള്ളൂ, ഇത്രയല്ല അച്ഛൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ദിവസവും കൂടെയുള്ള ഞാൻ എന്തോരം സഹിക്കുന്നുണ്ട്. രാഘവേട്ടൻ ചിരിച്ചുകൊണ്ട് ശാലിനിയോട് ചോദിക്കുന്നു, അല്ല മോളെ, ഈ കളക്ടർക്ക് ഡ്രൈവറെ മാറ്റാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? അതൊക്കെ പറ്റുവച്ചാൽ സ്പോട്ടിൽ തന്നെ മാറ്റുകയും ചെയ്യാം, വേറെ ഡ്രൈവറെ വെക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ എന്തിനാ മറ്റൊരാളുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ചെയ്യാത്തത്. അത് കേട്ട് എല്ലാവരും കളിയാക്കി ചിരിക്കുവാണ് വിഷ്ണുവിനെ നോക്കി. അപ്പോൾ ഉടനെ നമ്മുടെ പിള്ളച്ചേട്ടൻ ചോദിക്കുന്നത്, അപ്പോൾ കളക്ടർ ഇപ്പോൾ കഞ്ഞിയാണോ കുടിക്കുന്നത്? അത് കേട്ട് വിഷ്ണു പറയാം, ഫുൾ കോമഡിയാണല്ലോ എല്ലാവരും കൂടെ വളഞ്ഞിട്ടാണല്ലോ എന്നെ ആക്രമിക്കുന്നത്.
അതിനെ എല്ലാത്തിൻ്റെ അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വൈകിട്ടത്തെ വ്യാപാര വിളിക്ക് പോകണമെങ്കിലേ അപ്പം ഞാൻ തന്നെ വേണം. അത് കേട്ട് നമ്മുടെ രാഘവേട്ടൻ പറയും, അത് മോളെ നീ ഒരു ടാക്സി പിടിച്ചങ്ങ് പോയാൽ പോരെ, അപ്പോൾ പിന്നെ ഇവനെ താങ്ങിയെന്ന് പറയത്തില്ലല്ലോ ഇവൻ. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതും കളിയാക്കിയതും സ്വാദോടെ ഭക്ഷണം കഴിച്ചതും ഒക്കെ രാഘവേട്ടൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്. ഈ സമയം പാവം പിള്ള കൊണ്ടുവന്ന ബിഗ് ഷോപ്പറിലെ പായസവും ഭക്ഷണവും ഒക്കെ ദാണ്ട സത്യാമ്മയ്ക്ക് കൊണ്ടുവന്നതാ എന്നും പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ നീട്ടുവാണ്. പായസം വരെ ഉണ്ട്. മോനും മരുമകളും കൂടെ സന്തോഷത്തോടെ സത്യാമ്മയ്ക്ക് വേണ്ടി തന്നയച്ചതാണ്. എന്നിട്ട് പൊന്നിയെ വിളിച്ച് പൊന്നിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് പിള്ളച്ചേട്ടൻ. പൊന്നി ഇതകത്ത് കൊണ്ടുപോയി വെക്കി. അത് കണ്ടിട്ട് സത്യാമ്മ ദേഷ്യത്തോടെ പറയാം, അതൊക്കെ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ, ഈ ഫാമ അതൊന്നും കഴിക്കത്തില്ല. എന്നിട്ട് രാഘവേട്ടനെ നോക്കി ദേഷിക്കുവാണ്. രാഘവേട്ട, നിങ്ങൾക്ക് എന്തത്തിൻ്റെ സോക്കേടാ, നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ പോകരുതെന്ന് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് സത്യാമ്മ. അപ്പോൾ പിള്ളച്ചേട്ടൻ പറഞ്ഞു, സത്യാമ്മ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി എന്തിനാ രാഘവൻ സാറിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്. അപ്പോൾ സത്യാമ്മയുടെ ദേഷ്യം മുഴുവൻ പിള്ളയോടായി. അപ്പോൾ താനാണ്ടോ ഇതിനെല്ലാം കാരണക്കാരൻ, തനിക്കായിരുന്നല്ലോ ഞങ്ങളെക്കാളൊക്കെ ഏറെ വെപ്രാളം അവൻ്റെ പിറന്നാളാഘോഷത്തിന് പോകാൻ. പോയതും പോരാഞ്ഞിട്ട് അവിടെ പോയിട്ട് അവിടെ ഭക്ഷണവും കഴിച്ചിട്ട് അവിടെ ഭക്ഷണത്തിൻ്റെ മേന്മ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്നെ ഇനി മേലാൽ ഇവിടെ കണ്ടുപോയേക്കരുത്. എന്നിട്ട് ഫാമ ദേഷ്യത്തോടെ പിള്ളച്ചേട്ടൻ ദേഹത്തണിഞ്ഞിരുന്ന ആ മേലാട വലിച്ച് തറയിലോട്ടങ്ങ് എറിയുവാണ്. പിള്ളച്ചേട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യഭാമ ഇങ്ങനൊക്കെ ചെയ്യുമെന്ന്. പിള്ളച്ചേട്ടൻ അങ്ങ് സങ്കടപ്പെട്ട് കരയുവാണ്. മേലാൽ തന്നെ ഇനി ഇവിടെ കണ്ടുപോയേക്കരുത്, താനാണ് രാഘവേട്ടനെ കൊണ്ടു നടന്ന് ചീത്തയാക്കുന്നത് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ രാഘവേട്ടൻ പറയുന്നു, ഫാമേ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെ. അതേ ഫാമേ, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ശരിക്കും ഭ്രാന്ത് തന്നെ പിടിക്കും. എന്നാൽ ആയിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് സത്യാമ്മ അങ്ങ് അകത്തോട്ട് പോവുകയാണ്. പിള്ളച്ചേട്ടൻ അവിടെ നിന്ന് അങ്ങ് കരയുവാണ്. രാഘവേട്ടൻ ആ തറയിൽ കിടന്ന് ആ പിള്ളച്ചേട്ടൻ്റെ മേൽവസ്ത്രം എടുത്ത് കൊടുത്തിട്ട് പറയുന്നു, താൻ വിഷമിക്കാതിടൂ, താൻ ഇതൊന്നും കാര്യമാക്കണ്ട. അല്ല രാഘവൻ സാറേ, ഞാനിതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കാതെ പോയതാണ് എൻ്റെ തെറ്റ്. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. നമ്മൾ കൊടുക്കുന്ന പോലെ സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടില്ല, അത് പ്രതീക്ഷിക്കാനും പാടില്ലെന്ന്. ഞാനിനി നിൽക്കുന്നില്ല സാറേ, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് പിള്ളച്ചേട്ടനെ ഇറങ്ങുക. രാഘവേട്ടൻ എടോ പിള്ളേയെന്നും പറഞ്ഞ് പുറകെ വിളിക്കുന്നുണ്ട്. പൊന്നിയും ആകെ സങ്കടത്തിലങ്ങനെ നിൽക്കുവാണ്. അപ്പോഴൊരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്ന് നസീറിൻ്റെ ബാപ്പ ആ അബൂബേക്കർ അങ്ങോട്ട് ദേഷ്യത്തിൽ ഇറങ്ങി അങ്ങോട്ട് വരുവാണ്. അബൂബേക്കർ വന്നിട്ട് രാഘവേട്ടനോട് ചോദിക്കുന്നു, നൂർജഹാൻ എവിടെ? വിളിക്കെവിടെ? നൂർജഹാനോ? അവളിവിടെ ഇല്ല. നിങ്ങളോട് ഞാൻ മര്യാദയ്ക്കല്ലേ ചോദിക്കുന്നത് എന്നും പറഞ്ഞ് ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ സത്യഭാമ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നൂർജഹാനെ തിരക്കി നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ ഇവിടാണോ താമസിക്കുന്നത്? അവളെ പോയി അവളുടെ വീട്ടിൽ പോയി നോക്ക്. സത്യാമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ അബൂബേക്കർ പറയാ, ഇത് തന്നെയാണ് ആദ്യം സുബൈദയെ എന്നോട് പറഞ്ഞത്. എന്നിട്ട് അവൻ്റെ കൈ പൊക്കി ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നു, ഈ കൈയുടെ ചൂട് ശരിക്കും അവൾക്ക് കിട്ടിയപ്പോൾ അവളുള്ള സത്യം മുഴുക്കെ എന്നോട് പറഞ്ഞ് അവളാണ് രാത്രിയിൽ നൂർജഹാനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതെന്ന്. എടോ, നൂർജഹാൻ ഇവിടെ ഇല്ലെന്ന് മര്യാദയ്ക്കാണ് തന്നോട് പറഞ്ഞത് എന്ന് രാഘവേട്ടൻ പറയുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ താൻ അകത്ത് കയറി നോക്ക്. ശരി, നോക്കാൻ തന്നെ ഞാൻ പോകുന്നത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അബൂബേക്കർ ആ റൂമിനകത്തോട്ട് കയറി പോവുകയാണ്. ആ സമയത്ത് സത്യാമ്മയുടെ ഫോണിലോട്ടൊരു ഫോൺ കോൾ വരുന്നുണ്ട്. സത്യാമ്മ പൊന്നിയോട് പറഞ്ഞു, പൊന്നി അത് ആരാണെന്നൊന്ന് നോക്കിക്കേ, ഫോൺ അടിക്കുന്നല്ലോ. പൊന്നി ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് നൂർജഹാനാ. സത്യാമ്മ നൂർജഹാനാണ് എന്നിങ്ങനെ പതുക്കെ പറയുന്നുണ്ട്. സത്യാമ്മ ഫോൺ വാങ്ങുമ്പോൾ നൂർജഹാൻ പറയുന്നു, സത്യാമ്മ ഞാനിപ്പോൾ ശാരദാമ്മയുടെ വീട്ടിലുണ്ട്, അനൂപാണ് എന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, നൂർജഹാനെ അങ്ങനെ കണ്ടുപിടിക്കുമോ അതോ അവൻ ശാരദാമ്മയുടെ വീട്ടിലോട്ട് പോകുമോ? ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.